ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം തരുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലാണ് വന്നിരിക്കുന്നത്. 12-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നല്ലോ. അതില് 12-1 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് അല്പം തന്നെ കുറിച്ച് പ്രശംസിക്കുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. താൻ അതിന് കാരണവുമുണ്ട്. താൻ സ്വയമായിട്ട് മനഃപൂർവ്വം താൻ അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നില്ല, എങ്കിലും നിർബന്ധത്താല് അതങ്ങനെ ആകേണ്ടി വന്നു. താൻ പറയുന്നു, താൻ 14 സംവത്സരങ്ങൾ മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. താൻ വേറെ ഒരു സ്ഥലത്തും അതിനെ കുറിച്ച് പറഞ്ഞില്ല. ഇവിടെ പറയുവാൻ കാരണം കൊരിന്ത്യയിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണമാണ്. കൊരിന്ത്യർ ദൈവത്തിൽ നിന്ന് മാറി കള്ള ഉപദേഷ്ടാക്കന്മാർക്ക് വശംവദരായി അവർ പറയുന്നതിനെ അംഗീകരിച്ചിരിക്കുന്ന അവസ്ഥയില് അവരെ തിരിച്ചു മാനസാന്തരത്തിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ പൗലോസിന് തന്നെ കുറിച്ച് പ്രശംസിക്കാൻ താൻ ആഗ്രഹിച്ചുള്ളൂ. കാരണം അവിടെ ഉണ്ടായിരുന്ന കള്ള അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അവർ ഒരു ദുരുപദേഷ്ടാക്കന്മാർ അവർ വലിയ ആളുകളാണെന്നും അവരെ പറ്റി തന്നെ പ്രശംസിച്ച് അവരുടെ ആ പ്രശംസയും അതുപോലെ തന്നെ അവരുടെ വാക്ചാതുര്യവും ആ കൊരിന്ത്യയിലെ ജനത്തെ ക്രിസ്തുവിൽ നിന്നും ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നും മാറ്റി അവരുടെ ദുരുപദേശങ്ങളിലേക്ക് മാറുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്കും പ്രശംസിപ്പാൻ കാരണമുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ എൻ്റെ വാക്ചാതുര്യമോ ഒന്നും ഉപയോഗിക്കാതെ ദൈവത്തിന്റെ വചനം നിങ്ങളോട് അറിയിക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ 1-ാം ലേഖനത്തിൽ കാണുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പൗലോസ് എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം അറിയിച്ചിരുന്നത്. പക്ഷെ ഇവിടെ ആദ്യം പോയപ്പോൾ അങ്ങനെയും തന്നെ ആയിരുന്നു. എങ്കിലും അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നതിന് അവരെ എങ്ങനെയെങ്കിലും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് താൻ തന്നെ പ്രശംസിപ്പാനായിട്ട് കാരണമായി തീർന്നത്. അപ്പൊ തന്റെ ഒരു അനുഭവത്തെ കുറിച്ച്, ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് പൗലോസ് പറയുന്നുണ്ട്, ഈ ദർശനങ്ങളുടെയും വെളിപ്പാടുകളുടെയും ആധിക്യത്താൽ താൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടത് തനിക്ക് കുത്തുവാൻ സാത്താൻ ഒരു ദൂതനെ തന്നെ എന്താ പറയുന്നത് വെളിപ്പാടിലെ ആധിക്യത്തിൽ നിന്ന് അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ആ ശൂലം കുത്തുവാൻ സാത്താന്റെ ദൂതനെ ആക്കിയിരുന്നു എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അത് കണ്ടിന്യൂസ് ടെൻസിലാണ്. പൗലോസ് എന്നുവരെ ജീവിച്ചിരുന്നു അന്നുവരെയും ആ ശൂലം ഉണ്ടായിരുന്നു. കാരണം എന്നും ദൈവത്തോട് കൂടെ അടുത്ത് ജീവിച്ചവൻ, വെളിപ്പാടുകളുടെയും ആധിക്യം ഒത്തിരിയും പ്രാവശ്യം ദൈവത്തെ കണ്ടവൻ. നമുക്കറിയാം, ഇന്ന് 1, 2, 3 സന്ദർഭങ്ങളിൽ നമ്മളിപ്പം കാണുന്നുണ്ട്. അല്ലാതെ അതിലധികമായ ദൈവത്തിന്റെ സന്നിധി, ദൈവത്തോട് ചേർന്ന് ജീവിച്ച ഒരു മനുഷ്യൻ. അതുകൊണ്ട് താൻ നിഗളിച്ചു പോകാതിരിക്കുന്നതിനു വേണ്ടി തന്നെ ഒന്ന് താഴ്ത്തി ഒന്ന് ബാലൻസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് സാത്താന്റെ ദൂതനെ അവിടെ എത്തിച്ചത്. പക്ഷെ ആ സാത്താന്റെ ദൂതൻ തന്നെ നിരന്തരം കുത്തിയിരുന്നത് മൂലം തനിക്ക് ഭയങ്കര വ്യത ഉണ്ടായിരുന്നു. കാരണം താൻ 3 പ്രാവശ്യം നീങ്ങിപ്പോകേണ്ട കർത്താവിനോട് പ്രാർത്ഥിച്ചതായിട്ടാണ് കാണുന്നത്. പക്ഷെ ആ അവസ്ഥയിലും താൻ തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ വലിയൊരു കൃപ കർത്താവ് അവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു എന്ന് പറയുന്നു. ഏതൊരു അവസ്ഥയിലായാലും ദൈവപൈതലിന് ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ഏത് അവസ്ഥയും തരണം ചെയ്യുവാൻ കഴിയുമെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇനി പൗലോസ് അപ്പോസ്തലൻ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കാം. 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച എല്ലാ കഷ്ടങ്ങളെയും പ്രതികൂലങ്ങളെയും കുറിച്ച്, അനേക കഷ്ടങ്ങളെ കുറിച്ച്, ഒരു 30-ലധികം കഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഈ കഷ്ടങ്ങളിലൊക്കെയും താൻ സന്തോഷിക്കാനായിട്ട് കാരണം എന്താണ്? ക്രിസ്തുവിന്റെ വലിയൊരു കൃപ പൗലോസിന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് താൻ കഷ്ടങ്ങളിലും അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ ഇഷ്ടപ്പെടുന്ന ഒരു അപ്പോസ്തലനെയാണ് കാണുന്നത്. ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. നമുക്ക് ഇനി 11-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 11-ാമത്തെ വാക്യം. ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല, എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. ഞാൻ POC ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാം. ഞാൻ ഒരു ഭോഷനായി പോയല്ലോ,
നിങ്ങളാണ് അതിന് കാരണക്കാർ. എന്തെന്നാൽ നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടവരായിരുന്നു. ഞാൻ നിസ്സാരനാണെന്നിരിക്കലും ഈ അപ്പോസ്തല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവർ അല്ല. പൗലോസ് തന്നെത്താൻ പ്രശംസിച്ചെങ്കിലും താൻ ഇപ്പോൾ പറയുക ആ പ്രശംസത്തിൽ ഞാനിപ്പോ ഒരു പോഷനായി തീർന്നു. ഞാനത് ഫോഷ്കായിട്ട് തോന്നുന്നു. കാരണം ഞാൻ ഒരിക്കലും എന്നെ തന്നെ പ്രശംസിപ്പാൻ ആഗ്രഹിച്ചില്ല. നിങ്ങളാണ് അതിന് കാരണക്കാർ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവര് ദൈവത്തിങ്കിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ ആ സൂപ്പർ അപ്പോസ്റ്റൽസ് ഒക്കെ അവരുടെ ഇടയിലുള്ള നമ്മൾ വായിച്ചപ്പോ കേട്ടല്ലോ, ദീ സൂപ്പർ അപ്പോസ്റ്റൽസ് എന്നാ അവിടെ പറയുന്നത്. അവിടുന്ന് മലയാളത്തിൽ പറയുമ്പോൾ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരെന്നാ പറയുന്നത്. പക്ഷെ POC ബൈബിൾ പറയുന്ന ഈ അപ്പോസ്തല പ്രമാണികളെക്കാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ദുരുപദേഷ്ടാക്കന്മാരെക്കാൾ, അവിടെയുള്ള കള്ളപ്രവാചകന്മാരെക്കാൾ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല. അതിനുവേണ്ടി അവരെക്കാൾ താൻ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി മാത്രമാണ് താൻ തന്റെ ജഡത്തിൽ പ്രശംസിപ്പാനായിട്ട് ഇടയായത്. തനിക്ക് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടായത് താനത് പറയാൻ കാരണം അവര് തങ്ങളിൽ തന്നെ പ്രശംസിക്കുകയും അവർ ഏറ്റവും മുന്തിയവരാണെന്ന് പറയുകയും അവർ സൂപ്പർ അപ്പോസ്റ്റൽസ് ആണ് അവരെ തന്നെ പറയുകയും ചെയ്യുന്ന അവസരത്തിൽ അങ്ങനെയല്ലേ അവര് വശംവദരായി പോയത്, ഇവരുടെ അടിമകളായി പോവാനായിട്ട് ഇടയായി തീർന്നത്, അവരുടെ സൈഡിലേക്ക് മാറിപ്പോവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ അവരുടെ ആ വാക്ചാതുര്യം മൂലമാണ്. അപ്പൊ അവര് കാണാനും നല്ലതായിരിക്കും. പൗലോസിനെ കാണുമ്പോൾ 5 അടിയിൽ താഴെ ഉള്ളൂ, അതുകൊണ്ട് അവര് കാണുവാനും നല്ലതായിരിക്കും. അവരുടെ ആ ഫിഗറും അതുപോലെ തന്നെ അവരുടെ വാക്ചാതുര്യവും എല്ലാം കൊരിന്ത്യരെ അവരിലേക്ക് ആകർഷിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പം പൗലോസ് പറയാ, ഈ അപ്പോസ്റ്റൽസിനേക്കാൾ, ഈ സൂപ്പർ അപ്പോസ്റ്റൽസിനേക്കാൾ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല. അത് പറയാൻ വേണ്ടി മാത്രമാണ് താൻ തന്റെ ദർശനങ്ങളെ കുറിച്ചും വെളിപ്പാടുകളിലേക്കും കുറിച്ചും പറഞ്ഞത്. പൗലോസ് ഇപ്പോൾ പറയാ, ഞാൻ അത് പറഞ്ഞതിൽ ഞാൻ ഭോഷനായി പോയി, ഞാൻ ബുദ്ധിയില്ലാത്തവനായി പോയി, ഞാൻ പറഞ്ഞത് ശരിയായിരുന്നില്ല എന്ന് പറയുകയാണ്. എങ്കിലും നിങ്ങളാണ് അതിന് കാരണക്കാര്. നിങ്ങളുടെ ആ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞാനിത് പറയാനായിട്ട് ഇടയായിട്ടത്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പറയാനായിട്ട്. എന്തെന്നാൽ നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടവരായിരുന്നു. മലയാളം പറയുന്ന നമ്മുടെ സത്യവേദ പുസ്തകം പറയുന്ന, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു, നിങ്ങളായിരുന്നു എന്നെ പ്രശംസിക്കേണ്ടത്, നിങ്ങളായിരുന്നു എന്നെ പറ്റി പറയേണ്ടവർ. പക്ഷെ നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞില്ല. അവർക്ക് പറയാൻ അനേകം കാരണങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ പൗലോസിനെ പറ്റി പറയാന്. കാരണം കൊരിന്ത്യർ എന്ന് പറയുന്നത് വിഗ്രഹാരാധനയിലും മ്ലേച്ഛതയിലും തിങ്ങി നിന്ന ഒരു പട്ടണമായിരുന്നു കൊരിന്ത് പട്ടണം. അവരുടെ ഇടയിൽ നിന്ന് ഒരു ചെറിയൊരു സമൂഹത്തെ ദൈവത്തിന് വേണ്ടി കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അവരെ ദൈവത്തിങ്കിലേക്ക് വഴി നടത്തിയത് പൗലോസ് അപ്പോസ്തലനായിരുന്നു. അവർക്ക് പറയാമായിരുന്നു, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ, അതിക്രമങ്ങളാലും പാവങ്ങളാലും നിറഞ്ഞ എല്ലാവരുമായിരുന്നു നമ്മളെല്ലാവരും അല്ലേ. അതിലധികമായിട്ട് അവർക്ക് പറയാനുണ്ടായിരുന്നു. അവര് വിഗ്രഹാരാധനയിലും ദുർനടപ്പിലും എല്ലാം ഉൾപ്പെട്ടവരായിരുന്നു. അങ്ങനെ ഒരു ജനത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്ക് പറയാമായിരുന്നു, ഞങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന പൗലോസ് ആയിരുന്നു എന്ന് പറയാം. നിങ്ങൾ ആരും അല്ലെന്ന് പറയാമായിരുന്നു. പൗലോസിനെ കുറിച്ച് അവർക്ക് പ്രശംസിക്കായിരുന്നു. പക്ഷെ അവര് ചെയ്തില്ല. അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾ അവരുടെ മുമ്പ് കൂടെ നിന്നു, അവർക്ക് സൈഡായിട്ട് നിന്നു. അവരെന്നെ കുറ്റം പറഞ്ഞപ്പോൾ, നമ്മള് 13-ാമത്തെ അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്, എന്നിൽ ക്രിസ്തു സംസാരിക്കുന്നു എന്ന് തുമ്പ് അന്വേഷിക്കുക. പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ കാര്യങ്ങളാണോ പറയുന്നത്, കർത്താവ് പറഞ്ഞിട്ടാണോ പറയുന്നത് എന്നൊക്കെയാണ് അവര് പറഞ്ഞിരുന്നത്. അപ്പം അവരോട് പറയുന്നുണ്ട്, ഈ ദുരുപദേഷ്ടാക്കന്മാർ അവരോട് പറഞ്ഞ, പൗലോസ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചതിയനാണ്, വഞ്ചകനാണ്, ഉപായിയാണ്. നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണാം. അങ്ങനെയൊക്കെ ഈ ദുരുപദേഷ്ടാക്കന്മാർ പറഞ്ഞിട്ടും കൊരിന്ത്യയിലെ ജനങ്ങൾ എന്തോ ചെയ്തു, പൗലോസിന് എതിരായിട്ട് നിന്നു, അവർക്ക് സൈഡായിട്ട് നിൽക്കുവാനായിട്ട് ഇടയായി തന്നു. അതുകൊണ്ട് പൗലോസ് പറയാം, നിങ്ങളായിരുന്നു എന്നെ കുറിച്ച് പറയേണ്ടത്, ഞാൻ എന്റെ കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടത് നിങ്ങളായിരുന്നു. നിങ്ങളെ ദൈവത്തിങ്കിലെ കൊണ്ടുവന്നത് ഞാനാണെന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. നിങ്ങൾ തന്ന അത്ഭുതങ്ങളെ അടയാളങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാമായിരുന്നു. നിങ്ങൾ വന്ന മാറ്റം, അത്ഭുതങ്ങളും അടയാളങ്ങളും വേണ്ട, അവരിൽ നിന്ന് മാറ്റം തന്നെ. അതല്ലേ ലോകത്തിൽ നമുക്ക് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിൽ 80, 90, 70, 60 എത്ര വർഷം ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് പറയുന്നത് എന്താ, നമ്മൾ ക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞതാ അല്ലെ, ദൈവത്തിന്റെ മക്കളായി തീർന്നതാ, നിത്യജീവൻ അവകാശികളായി തീർന്ന ഒരു അവസ്ഥയാ അല്ലെ. നമുക്കല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ കഴിയുമോ? ഒന്നുമില്ല. നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുവാൻ കഴിയുന്നതാണ്. അപ്പം
കൊരിന്ത്യർക്ക് പറയാമായിരുന്നു, ഞങ്ങൾ ദൈവത്തെ അറിയാൻ കഴിഞ്ഞത് പൗലോസ് മൂലമാണ്, പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനം മൂലമാണ്, പൗലോസിൽ കൂടെ ദൈവം സംസാരിച്ചത് മൂലമാണ്. പക്ഷെ അവരെ പറ്റി പ്രശംസിക്കുകയായിരുന്നു, സൂപ്പർ അപ്പോസ്റ്റലിനെ പറ്റി പ്രശംസിക്കുകയായിരുന്നു. അവര് പൗലോസിന്റെ സൈഡ് നിന്നതേയില്ല, അവര് പൗലോസിന് എതിരായി നിൽക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പം പൗലോസ് പറയുക, നിങ്ങളായിരുന്നു എന്നെ കുറിച്ച് പ്രശംസിക്കേണ്ടവർ. ഞാൻ നിസ്സാരനാണെന്നിരിക്കലും ഈ അപ്പോസ്തല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവല്ല. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞില്ല. അപ്പൊ അവര് തങ്ങളെ തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, സൂപ്പർ അപ്പോസിൽസ്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്. ഇംഗ്ലീഷ് പറയുന്നത് ദി സൂപ്പർ അപ്പോസിൽസ് എന്നാ പറയുന്നത്. നമ്മൾ POC പറയുന്ന ഈ അപ്പോസ്തല പ്രമാണികളെക്കാൾ എന്നാ പറയുന്നത്. അപ്പം ഞാൻ ഈ അപ്പോസ്തല പ്രമാണികളെക്കാളും അവരെക്കാളും നിങ്ങളുള്ള സാത്താന്റെ ദൂതന്മാരെക്കാളും ഒന്നും കുറഞ്ഞവനല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അടുത്ത വാക്യത്തിലേക്ക് പോകാം. അപ്പോസ്തോലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടിട്ടുണ്ടല്ലോ. പറയുകയാണ്, ഞാൻ അപ്പോസ്തോലനാണെന്നുള്ളതിനുള്ള എല്ലാ ലക്ഷണങ്ങളും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടിട്ടുണ്ടല്ലോ. അത് പൂർണ്ണ സഹിഷ്ണുതയിലായിരുന്നു. ഇവരെന്നാ തങ്ങളെ തന്നെ പ്രശംസിക്കുന്നവരാണ്, സഹിഷ്ണുത ഇല്ലാത്തവരാണ്, അവരെ കയ്യേറ്റം ചെയ്യുന്നവരാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ, 11ാം അധ്യായത്തിൽ അവരെ തന്നെ അവരിൽ നിന്ന് പൈസ വാങ്ങുന്നവരാണ്, അവരുടെ ഭൗതിക നന്മ അനുഭവിക്കുന്നവരാണ്, അവരെ കയ്യേറ്റം ചെയ്യുന്നവരാണ്, അവരെ അടിക്കുന്നവരാണ്. എന്നിട്ടും പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് പറയാം, അവരെ സഹിക്കുന്നെന്ന് പറയുന്നല്ലേ. അപ്പം അങ്ങനെയൊന്നും കാണിക്കാതെ പൂർണ്ണ സഹിഷ്ണുതയിലും കർത്താവിനെ പോലെ തന്നെ എല്ലാം സഹിക്കുന്ന അവസ്ഥയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടുവല്ലോ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവൃത്തികളും എന്നൊക്കെ പറയുമ്പോൾ ആദ്യ നൂറ്റാണ്ടുകളില് അവർക്ക് വചനം അവൈലബിൾ ആയിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് വചനം അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോൾ നമുക്ക് പൗലോസ് അപ്പോസ്തലനായി എഴുതിയ കിട്ടിയ അവർക്ക് തിരുവെഴുത്തെന്ന് അവർക്ക് പറയപ്പെടുന്നത് പഴയ നിയമം മാത്രമേ ഉള്ളായിരുന്നു. പുതിയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ എഴുതപ്പെട്ടത് പിന്നെ അതിനുശേഷം അവർക്ക് ഈ അപ്പോസ്തലന്മാർ പറയുന്നതും അവരുടെ ഇടയന്മാർ പറയുന്ന കാര്യങ്ങളും മാത്രമേ അവർക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്നത്തെ കാലത്ത് ഈ വചനം ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ദൈവം ജനത്തെ രക്ഷയിൽ ഉറപ്പിക്കുകയും വചനത്തെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിരുന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളും നിമിത്തമായിരുന്നു. അപ്പം ഇവിടെ പറയുക, ഞാൻ അപ്പോസ്തലൻ ലക്ഷണങ്ങൾ. അപ്പോസ്തലൻ എന്ന് പറഞ്ഞ ആരാ? ദൈവത്താൽ അയക്കപ്പെട്ടവർ, ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട. ക്രിസ്തുവിനെ തന്നെ അപ്പോസ്തലൻ എന്നാ പറയുന്നത് അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? ഇബ്രാഹിം ലേഖനത്തെ പറഞ്ഞ ക്രിസ്തുവിനെ അപ്പോസ്തലൻ എന്നാ പറയുന്നത്. ദൈവത്താൽ അയക്കപ്പെട്ടവന്നേ ഉള്ളൂ അതിന്റെ അർത്ഥം. അപ്പൊ ഒരു നിയോഗത്തിന് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടവൻ. അപ്പൊ നമ്മള് പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗം നോക്കുമ്പോൾ ക്രിസ്തുവിനെ അങ്ങനെ തന്നെയാ പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 22ഉം 23ഉം വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 2:22-23. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറച്ചു കൊന്നു. അവിടെയും ദൈവം കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടല്ലേ എല്ലാവരെയും സൗഖ്യമാക്കി, തങ്ങളുടെ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും സൗഖ്യമാക്കി, അതുപോലെ മരിച്ചവരെ ഉയർപ്പിച്ചു, അങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം കാണിച്ചു. അങ്ങനെയാണ് അനേകം ജനങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കാനായിട്ട് ഇടയായി തീർന്നത് അല്ലേ. അപ്പൊ ഇവിടെയും പറയുന്നത് മിറക്കിൾ, സയൻസ് ആൻഡ് വണ്ടേഴ്സ് എന്നാ പറയുന്നത്. നമ്മൾ ഇവിടെയും കാണുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എന്നാ പറയുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു അന്ന് കർത്താവിനെ ജനങ്ങൾ അറിയാൻ തന്നെ കാരണമായി തീർന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കൊണ്ടാണ്. അതുപോലെ തന്നെ ദൈവം ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിന് ശേഷം ശിഷ്യന്മാരാല് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യെരുശലേമിലെ യെരുശലേം ദേവാലയത്തെ ശലോമോന്റെ ആ മണ്ഡപത്തിന് അടുത്ത് ഇരുന്ന ഒരു പിറവിയിലെ നടക്കാൻ വയ്യാത്ത ഒരു മനുഷ്യനെ
പത്രോസും യോഹന്നാനെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞ് അനേകർ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരിൽ അനേകം പേര് ദിനം പ്രതി സഭയോട് ചേർന്നുകൊണ്ടിരുന്നെന്നാ പറഞ്ഞ. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. നമ്മള് ഇപ്പം ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഗുജറാത്ത് അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അവർക്കാർക്കും വചനമില്ല. പക്ഷെ അവിടെ വചനം സംസാരിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളുമാലുമാണ് അവരിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. വചനത്തെ ഉറപ്പിക്കുന്നത് അങ്ങനെ. നമ്മളൊക്കെ ആദ്യം ദൈവത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? നമുക്ക് അധികമൊന്നും വചനമൊന്നും അറിയത്തില്ലായിരുന്നു. എന്റെ ജീവിതവും അത് തന്നെയാണ്. ദൈവം ഓരോ ദിവസവും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ടാണ് നമ്മളെ വചനത്തിൽ ഉറപ്പിക്കുന്നത്. ഞാൻ കൂടെ ഉണ്ട് എന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടാ മനസ്സിലാകുന്നത്. അങ്ങനെയാണ് നാം ദൈവത്തെ അറിയാനായിട്ട് ഇടയായിത്തീരുന്നത്. ഞാൻ ദൈവത്തെ പൂർണ്ണമായും മുറുകെ പിടിച്ച് നടന്നൊരവസ്ഥ. ഇപ്പോൾ എപ്പോഴും ആ ഒരു അവസ്ഥയിലേക്ക് പിച്ചവെച്ച് നടന്ന വിശ്വാസത്തിൽ പിച്ചവെച്ച് നടന്ന സമയത്തൊക്കെയും ഓരോ ദിവസവും ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ് നാം ദൈവത്തെ വിശ്വസിക്കാൻ ഇടയാക്കുന്നത്. അപ്പൊ നമുക്ക് വചനങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ പതിയെ 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 ദൈവം നമ്മളെ ഓരോ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്നെ ഉറപ്പിക്കുകയും നമ്മുടെ വചനത്തെ പതിയെ പതിയെ നമ്മളിലേക്ക് പകരുവാനായിട്ട് ഇടയായി തരുന്നു. അങ്ങനെയാണ് നമ്മൾ അവിടെ കാണുവാനായിട്ട് കഴിയും. നമുക്ക് 2-3 വാക്യങ്ങൾ വായിച്ചു മുമ്പോട്ട് പോകാം. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ നിങ്ങളുടെ ഇടയിൽ സംസാരിച്ചപ്പോൾ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ അപ്പോസ്തലന്റെ ലക്ഷണങ്ങളെല്ലാം നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങളുടെ ഇടയിൽ അടയാളങ്ങൾ ഉണ്ടായി, അത്ഭുതങ്ങൾ ഉണ്ടായി, വീര്യപ്രവൃത്തികൾ ഉണ്ടായി, എല്ലാം ഉണ്ടായി. എന്നിട്ടും നിങ്ങൾ എന്നെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പ്രശംസിപ്പാൻ കാരണമായി തീർന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തികളിലെ ചില വാക്യങ്ങൾ നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ 2-4 വാക്യങ്ങൾ നമുക്ക് വായിച്ചു പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 4:30-31 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 4:30-31 വാക്യങ്ങൾ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവര് പ്രാർത്ഥിക്കുക ചെയ്തേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം സന്തോഷത്തോടെ ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അവര് ആ ദൈവത്തിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. അത് അവർക്കത് അവരുടെ ഉറപ്പായിരുന്നു. അത് ഇനിയും അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് അവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തത്. നമുക്കിനി 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 5-ാം അധ്യായം 12-ാം വാക്യം. 5-ാം അധ്യായം 12-ാം വാക്യം. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡലത്തിൽ കൂടി വരിക പതിവായിരുന്നു. നമ്മൾ നോക്കിയാൽ 12 അപ്പോസ്തലന്മാരെ കുറിച്ച് കൊണ്ട് ആരംഭിച്ച ഒരു സഭയാണ് അല്ലെ കർത്താവിന്റെ സഭ എന്ന് പറയുന്നത്. അവിടെ 120 പേർ, ഏകദേശം 120 പേർ കൂടിയിരുന്ന ആ ഒരു മർക്കോസിന്റെ മാളികയിൽ വെച്ചാണ് പരിശുദ്ധാത്മാവിനാൽ അവർ അഭിഷേകം പ്രാപിക്കുകയും ദൈവത്തിന്റെ വചനവുമായി ഇറങ്ങിപ്പെടുവാൻ. ആ 120 പേരെ കൊണ്ട്, അല്ലെങ്കിൽ പോട്ടെ 18 പേരെ കൊണ്ട്, അല്ലെങ്കിൽ 120 പേരെ കൊണ്ട് ഓരോ ദിവസവും സഭ കൂടി വരുവാനായിട്ട് ഇടയായിരുന്നു. ഓരോ ദിവസങ്ങളിലും 3000, 5000 എന്ന് തുടങ്ങി. ആദ്യത്തെ കൗണ്ട് തന്നെ 3000 ആയിരുന്നല്ലേ. പിന്നെ 5000, അങ്ങനെ സഭയിൽ ആൾക്കാർ പെരുകുവാനായിട്ട് ഇടയായിത്തീർന്നത് എങ്ങനെയാ? ദൈവം വചനത്തെ ഉറപ്പിച്ച് തന്റെ അത്ഭുതങ്ങളാലും അടയാളങ്ങളും തന്റെ ദാസന്മാരിലും കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതിനാൽ ആണ്. നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് ഒന്ന് പോകാം. എബ്രായ ലേഖനത്തിൽ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദൂതന്മാർ മുഖാന്തരം വായിക്കാം. എബ്രായർ 2:2-3-4 വാക്യങ്ങൾ. ദൈവം വചനത്തെ ഉറപ്പിക്കുന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും. ഓക്കെ. 2:2 ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ. അപ്പം ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളുമാലാണ് വചനത്തെ ഉറപ്പിച്ചുകൊണ്ടേയിരുന്നത്. വചനത്തെ ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നേ. ഇത് വിശ്വാസം ദൈവത്തിന്റെ വചനത്താലേ അല്ലെ, കേൾവിയാലും ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പോലെ വിശ്വാസത്തിലേക്ക് വരുന്നതല്ലേ. രക്ഷ അങ്ങനെയല്ലേ വരുന്നേ. അപ്പൊ ആ വചനത്തെ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകർ ദൈവത്തിങ്കിലേക്ക്, ദൈവത്തിന്റെ സുവിശേഷം കേട്ട് അല്ലെ ദൈവത്തിന്റെ വചനം കേട്ട് അനേകർ ദൈവത്തിങ്കിലേക്ക് വരുവാൻ കാരണമായി. അവർക്ക് വചനം എന്താ പറയുന്നത്? അപ്പോസ്തലന്മാർ പറയുന്ന കാര്യങ്ങളാ വചനം അല്ലേ. അവരെ കർത്താവായ യേശുക്രിസ്തു 3.5 വർഷക്കാലം അവരോട് കൂടെ ഇരുന്ന് പഠിപ്പിച്ച കാര്യങ്ങളാ അവരീ പറഞ്ഞു കൊടുക്കുന്നത്.
ആ 3.5 വർഷക്കാലം പഠിപ്പിച്ചത് തന്നെയല്ല, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 40 ദിവസം അവരോട് കൂടെ ഇരുന്ന് അവരെ വചനം പഠിപ്പിച്ചു കൊടുത്തതാ. അതാണ് ഈ അപ്പോസ്തലന്മാർ പറയുന്നത്. അതുമല്ല, പരിശുദ്ധാത്മാവിനെ അവരുടെ ഇടയിലേക്ക് അയച്ചു. ഞാൻ പോവുകയും അവന് പോവുകയും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയും പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും ചെയ്യും, അല്ലേ? അപ്പൊ പിന്നെ കർത്താവ് കൂടെ ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. എവിടെയാ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്? ഓരോരുത്തരുടെയും മനസ്സിലിരുന്ന്, അല്ലേ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയുന്നത്. നിങ്ങൾ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പറയേണ്ടുന്ന കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അപ്പൊ തന്നെ വെളിപ്പെടുത്തി തരും, അല്ലെ? അതെന്തോ വെളിപ്പെടുത്തി തരുന്നേ? കർത്താവ് പറഞ്ഞ കാര്യങ്ങളാ വെളിപ്പെടുത്തി തരുന്നേ. കർത്താവ് പറയും, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. പരിശുദ്ധാത്മാവ് അത് തന്നെ പറയത്തുള്ളൂ, കഷ്ടമുണ്ട്. പക്ഷെ ലോകത്തെ ജയിച്ചവൻ നിങ്ങളോട് കൂടെയുണ്ട്, അല്ലേ? പൗലോസും ശീലാസും ഒക്കെ കാരാഗൃഹത്തിലൊക്കെ ആയിരുന്നപ്പോ അവരെന്തോ ചെയ്തേ? ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണോ ചെയ്തത്? അല്ല, അവര് കൈകൊട്ടി ദൈവത്തെ സ്തുതിക്കുകയാ ചെയ്തേ. അപ്പൊ എന്തോ ചെയ്തു? അവരുടെ ചങ്ങലകളൊക്കെ ഒഴുകി പോകാനായിട്ട് പത്രോസിനെ കൊണ്ടുപോയിട്ടപ്പം പത്രോസ് എന്തോ ചെയ്തു? സമാധാനത്തോടെ കിടന്നുറങ്ങി. പ്രാർത്ഥിച്ചോ? ഇല്ല. പത്രോസിന് വേണ്ടി അനേകം പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ടിരുന്നു. ശീലാസും പൗലോസും ഒക്കെ എന്തോ ചെയ്തു? അവര് കൈകൊട്ടി ദൈവത്തെ സ്തുതിക്കുകയാ ചെയ്തത്. കാരണം എന്തുകൊണ്ടാ? അവരുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. നിങ്ങൾ ഇവിടെ കിടക്കേണ്ടവരല്ല. പൗലോസിനോട് പറയുന്നുണ്ട്, നീ ഇവിടെ ആയിരിക്കുന്ന റോമയിലും എന്നെ തടവിലിരിക്കുക. എന്നിട്ടും പറയാം, നീ റോമയിലും എന്നെ കുറിച്ച് സംസാരിക്കേണ്ടതാകുന്നു. കാരണം തടവിൽ കയ്യിൽ ആ നാമത്തിൽ ഇട്ടിരിക്കുന്നെങ്കിലും ദൈവത്തെ കുറിച്ച് സംസാരിക്കാനാ വിളിച്ചേക്കുന്നത്. നിന്റെ അവസാനം ഇവിടെയൊന്നും അല്ല എന്നാ പറഞ്ഞതല്ലേ? അപ്പൊ ഉള്ളിലിരുന്ന് ദൈവാത്മാവ് പറയുന്നുണ്ട്, അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്രിസ്തു അവരെ ഉപദേശിച്ച കാര്യങ്ങള് അതെല്ലാം ദൈവം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളുമാണ് ദൈവം പ്രവർത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ഇവരോട് പറയുക, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ നിങ്ങൾ എന്നെ കണ്ടതല്ലേ? ഇവരെ വല്ലതും കാണിക്കുന്നുണ്ടോ? ഇവര് ജസ്റ്റ് അവര് പറയുന്നത് മാത്രമേ ഉള്ളൂ, അവരുടെ വാക്ചാതുര്യം മാത്രമേ ഉള്ളൂ. അവരെ ഈ സാത്താന്റെ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചവരാ അവര് പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, താൻ പോയ സ്ഥലങ്ങളിലെല്ലാം ദൈവം വചനത്തെ ഉറപ്പിച്ചത് അത്ഭുതങ്ങളാലും അടയാളങ്ങളുമാലാണ്. 15-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. റോമാലേഖനം 15-ന്റെ 18 ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. അപ്പൊ ദൈവം വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നമുക്ക് അത്ഭുതങ്ങളാലും അടയാളങ്ങളും, അത് പ്രത്യേകിച്ച് ആദ്യ നൂറ്റാണ്ടുകളിൽ അവർക്ക് വചനം ഇല്ലാതിരുന്നുകൊണ്ട്, നമ്മളും വചനം അറിയാതിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളം കൊണ്ട് ദൈവം വചനത്തെ ഉറപ്പിച്ചത്. പക്ഷെ നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ കൂടുതലായിട്ട് അറിയാനായിട്ട് ഇടയായി തീർന്നത് നമ്മൾ കാണുന്നുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ ആ പരിശുദ്ധാത്മാവിന്റെ പെന്തക്കോസ്ത് നാളിൽ അവിടെ വന്ന അനേകർ, ആ യെരൂശലേം ദേവാലയത്തിൽ പെസഹാ പെരുന്നാളിന് വേണ്ടി വന്ന അനേക, അല്ലെ ആ പെന്തക്കോസ്ത് പെരുന്നാളിന് വേണ്ടി വന്ന അനേകം ആൾക്കാർ ആ പത്രോസ് അപ്പോസ്തലനെയൊക്കെ പ്രസംഗിച്ച ആ വചനം കേൾക്കുവാൻ ഇടയായി തീർന്നു. അവർ പല സ്ഥലങ്ങളിലേക്കും പോയി അന്നത്തെ കാലത്ത് സഭകൾ രൂപപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മളൊക്കെ കേട്ട വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലെ? അന്ന് അങ്ങനെ ആയിരുന്നില്ല. അവര് ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അവർ പുറപ്പെട്ടു. അങ്ങനെയാ കൊലോസിലൊക്കെ സഭ ഉണ്ടാകാനായിട്ട് കാരണമായി തീർന്നത്. കാരണം അന്നൊന്നും പൗലോസൊന്നും കൊലോസിൽ പോയി സുവിശേഷം ഒന്നും അറിയിക്കാനൊന്നും പോയില്ല. കൊലോസിയിലൊക്കെ സഭ ഉണ്ടാകാനായിട്ട് കാരണം എപ്പഫ്രാദിത്തോസ് എന്ന മനുഷ്യൻ ആ പെന്തക്കോസ്ത് പറയപ്പെടുന്നത്, പെന്തക്കോസ്ത് നാളിൽ സുവിശേഷം അവിടെ പത്രോസ് അപ്പോസ്തലനും മറ്റും പറഞ്ഞ സുവിശേഷം അവര് യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാളിന് വന്നവരാ, പെന്തക്കോസ്ത് പെരുന്നാളിന് വന്നവരാ. അവര് ഈ വചനം കേട്ടിട്ട് അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ പോയി, തങ്ങളുടെ സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുവാനും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ കൂട്ടം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം അവരനുഭവിച്ച ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുക. അവര് ന്യായപ്രമാണത്തിന് അധീനരായിരുന്നു. അവര് ന്യായപ്രമാണം എല്ലാം പഠിച്ചു, എല്ലാം ചെയ്തു, എല്ലാം അതിനെ അനുസരിച്ചൊക്കെ ജീവിച്ചതല്ല. അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ലായിരുന്നു. ക്രിസ്തുവിന്റെ
പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിൽ വന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ സന്തോഷവും സമാധാനം ഉണ്ടായത്. ആ ക്രിസ്തു ദൈവം നമ്മൾ ഉണ്ട്, നമ്മൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ അനുഭവം നമ്മളില്ല എന്ന് വരികിൽ നമ്മൾ നിർജീവങ്ങളാ. നമുക്ക് ആ ഒരു എന്നും ഒരു ശൂന്യതയുണ്ട്. നമ്മൾ ദൈവവചനം പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ വരുമ്പോഴുള്ള സന്തോഷം മറ്റ് ഏത് സന്തോഷത്തെക്കാളും വലിയതാണ്. ആ ഒരു സന്തോഷം അവർക്ക് ലഭിച്ചപ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് പറയുവാനായിട്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണ് ലോകം മുഴുവൻ ദൈവത്തിന്റെ വചനം ആയിത്തീരുവാൻ ഇടയായി തീർന്നത്. നമ്മള് ഇന്ത്യയില് ഇന്ത്യയിൽ ജനിച്ചു വളർന്നവര് അവിടെയൊക്കെ എങ്ങനെയാ സുവിശേഷം വന്നത്? ഈ ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നിട്ടാ, മിഷണറിമാർ വന്നിട്ടാ സുവിശേഷം പ്രസംഗിച്ച് നമ്മളൊക്കെ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായി തീർന്നല്ലേ. അങ്ങനെയാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തെ അറിയാനായിട്ട് ഇടയായി തീർന്നത്. അതുമൂലം നമ്മളെ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നു നമ്മളും ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. ആരെങ്കിലും ഒക്കെ അവർക്ക് ലഭിച്ച സന്തോഷം മറ്റുള്ളവരിലേക്ക് പറയുവാൻ ഇടയായി തീർന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ദൈവത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. അന്നത്തെ കാലത്ത് അത്രയും തങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തെ മറ്റുള്ളവരോട് അറിയിക്കാൻ അവർ തങ്ങളാൽ ആവോളം ബന്ധപ്പെട്ടു. അവരതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് അങ്ങനെയാണ് ദൈവം വചനത്തെ ഉറപ്പിച്ചത്. അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വണ്ടേഴ്സും മിറക്കിൾസും സയൻസും ഒക്കെ ഉണ്ടാകുകയും ദൈവവചനം ഉറപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇനി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ കോണ്ടസ്റ്റിലേക്ക് കടന്നു വരാം. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ നിങ്ങൾ കണ്ടതാ. എന്നിട്ടും നിങ്ങൾ ആ സൂപ്പർ അപ്പോസ്റ്റലിന്റെ പുറകെ പോയി. നിങ്ങൾ എന്നെ കുറിച്ച് പ്രശംസിക്കേണ്ടതായിരുന്നു, പക്ഷെ നിങ്ങൾ എന്നെ കുറിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാനായിട്ട് ഞാൻ എന്നെ കുറിച്ച് പ്രശംസിക്കേണ്ടതായിട്ട് വന്നു, അല്ലെ എന്നെ കുറിച്ച് എന്റെ ജഡത്തിൽ പുകഴേണ്ടതായിട്ട് വന്നു, ഞാൻ എന്നെ തന്നെ ആത്മപ്രശംസ നടത്തേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഞാൻ പോഷനായി പോയി. എങ്കിലും ഞാൻ വിട്ടിയായി പോയെന്ന് എനിക്കറിയെങ്കിലും ഞാൻ അവരെക്കാൾ ഒട്ടും കുറഞ്ഞവരല്ല എന്ന് പറയുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ. നമുക്ക് അവയ്ക്ക് ഒന്നുകൂടെ വായിച്ചു പോകാം. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 9:1-2 ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ എന്റെ അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ നിങ്ങളിലാ കാണുന്നത്. നിങ്ങൾ ദൈവത്തെ അറിയുന്നത്, നിങ്ങൾ അപ്പോസ്തലന്റെ മുദ്ര നിങ്ങളാണ്. കാരണം നിങ്ങളെ കാണുമ്പോൾ അറിയാം. ഇപ്പം ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ആ ഒരു ദൈവം ഇല്ല എന്ന് പറയുന്ന അനേകരുണ്ട്. പക്ഷെ ഈ ലോകം ഉണ്ടായതിനു മുമ്പിൽ പിന്നിൽ ഒരു ദൈവമുണ്ട്. ഒരാളുടെ പ്രവൃത്തി കൊണ്ട് അത് സംഭവിച്ചത്. അത് ലോകത്തെ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തെ വിശ്വസിക്കാൻ അധികം സംഗതി ആകുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ പൗലോസ് പറയുകയാണ്, നിങ്ങളിപ്പം ക്രിസ്ത്യാനികളായിരിക്കാൻ കാരണം, അല്ല നിങ്ങൾ ദൈവത്തെ അറിയാൻ കാരണം അതിന് പിന്നില് ഒരാൾ പ്രവർത്തിച്ചത് കൊണ്ടാ, വെറുതെ അല്ല. അത് ഞാനാണ്. അപ്പൊ അപ്പോസ്തലൻ 9-ാം അധ്യായത്തിന്റെ 1-2 ഭാഗങ്ങൾ ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 9:1-2. ഞാൻ 1 കൊരിന്ത്യർ 9:1-2. ഞാൻ അപ്പോസ്തലനല്ലയോ, ഞാൻ സ്വതന്ത്രനല്ലയോ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ? മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലൻ അല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു. കർത്താവിൽ എന്റെ അപ്പോസ്തലത്തിന്റെ മുദ്ര നിങ്ങളല്ലയോ? കാരണം നിങ്ങളെ കണ്ടിട്ടാണ് ആൾക്കാർ പറയണം ഞാൻ അപ്പോസ്തലനാണ് എന്നുള്ളത്. കാരണം പൗലോസിന്റെ പ്രസംഗത്താൽ ഉളവായ ഒരു സഭയാ, അല്ലേ? ഓക്കെ, നമുക്ക് ഇനി ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഇത് 3 ശരിക്കും അത് 3 അല്ല, ഇത് ഒന്ന് തന്നെയാണ്. പക്ഷെ അതിന്റെ വിവിധ കോണുകളിലൂടെ അത് എന്ന് പറയുന്നത് 3 വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ അതിനെ കാണുന്നത് കൊണ്ടാണ് അതിനെ അങ്ങനെ പറയപ്പെടുന്നത്. ഞാൻ എഴുതി വെച്ച കാര്യം ഞാൻ ഒന്ന് വായിച്ചു വിടാം. അത് 3 വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ അത്ഭുതങ്ങളെ വീക്ഷിക്കുന്നതാണ്. അത് 3 അല്ല, ഒന്നും തന്നെയാണ്. നമ്മള് പ്രത്യേകിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, സിനോപ്റ്റിക് ഗോസ്പൽ, സമവീക്ഷണ സുവിശേഷങ്ങളിലെ കർത്താവ് ചെയ്ത അടയാളങ്ങളെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അല്ലേ? ആ സിനോപ്റ്റിക് ഗോസ്പൽ നമ്മൾ പറയപ്പെടുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നതിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെയും വീര്യപ്രവൃത്തികളെയൊക്കെ പറയുന്നത് എങ്ങനെയാ? അത്ഭുതങ്ങൾ എന്നാ, അല്ലേ? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വരുമ്പോ എങ്ങനെയാ പറയുന്നത്? സെയിം സാധനം, സെയിം കാര്യങ്ങൾ, അടയാളം, അത്രേ ഉള്ളൂ.
അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായി തീരും. ഓക്കെ, അടയാളങ്ങൾ മനുഷ്യ ബുദ്ധിക്ക് വ്യക്തമായ ഒരു അർത്ഥം പകർന്നു നൽകുന്ന അത്ഭുതങ്ങളാണ് അടയാളങ്ങൾ എന്ന് പറയാം. ഇപ്പം ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല്, ഇപ്പൊ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ കർത്താവ് 5 അപ്പം 2 മീനും എടുത്തു വാഴ്ത്തി 5000 പേരെ പോഷിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ അത്ഭുതങ്ങളും ചെയ്യുമ്പോഴേ അത് ആരിലേക്കാ വിരൽ ചൂണ്ടുന്നേ? ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുകയാ. അപ്പം കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അതെന്തുവാ? അവരൊരു മശിഹായെ പ്രതീക്ഷിച്ചിരുന്നു. ആ മശിഹയാണ് ക്രിസ്തു എന്ന് തെളിയിക്കുന്നതാണ്. മശിഹയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്നവര്, കർത്താവ് അതുകൊണ്ടാ ചോദിച്ചത്, 6-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അപ്പം നിന്നിട്ടല്ലേ എന്റെ കൂടെ വരുന്നത്, പക്ഷേ ആ അപ്പം തന്ന ഞാൻ നിങ്ങളുടെ ജീവന്റെ അപ്പമാവുന്നു എന്ന് പറയുന്നുണ്ട്. ആ ജീവനുള്ള അപ്പത്തെ, ആ കർത്താവിനെ തിരിച്ചറിയാതെ അപ്പത്തിന്റെ പിന്നാലെ പോയവരുണ്ടല്ലേ, ഇപ്പോഴും അപ്പത്തിന്റെ പിന്നാലെ പോകുന്നവരാ 99% ആൾക്കാർ കേട്ടോ. അതുകൊണ്ട് ആ അപ്പത്തിന്റെ പുറകെ പോകാനല്ല, അപ്പം തന്ന ക്രിസ്തുവിനെ കാണുവാനായിട്ടാണ്, മശിഹയെ കാണണം. അപ്പൊ ഇതെല്ലാം പൗലോസപ്പോസ്തലനും അപ്പോസ്തലന്മാരൊക്കെയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു അല്ലെ, കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു, തുള്ളിച്ചാടി പോയെന്നാ പറയുന്നത്. അപ്പൊ ആ ക്രിസ്തുവിന്റെ നാമത്തില്, അത് എവിടോട്ടാ? ക്രിസ്തുവിനോട്ടാ ചൂണ്ടുന്നത് അല്ലെ, അതാണ് അടയാളം. അത് അപ്പോസ്തലന്മാരിലേക്കല്ല കൈ ചൂണ്ടുന്നത്, അത് ക്രിസ്തുവിലേക്കാണ് കൈ ചൂണ്ടുന്നത്. അതുകൊണ്ടാണ് അതിന് അടയാളം എന്ന് പറയുന്നത്. ഇനി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു. അത്ഭുതങ്ങള് മാനുഷിക വികാരങ്ങളെ ഇളക്കുന്ന ശ്രദ്ധേയമായ സംഭവങ്ങൾ, അമാനുഷികമായ കാര്യങ്ങൾ. കാരണം മനുഷ്യരൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ദൈവത്താൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീര്യപ്രവൃത്തികൾ, അമാനുഷികമായ ശക്തി വെളിപ്പെടുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, അതൊക്കെ അത് മൂന്നും ഒന്ന് തന്നെയാണെങ്കിലും 3 കാഴ്ചപ്പാടുകളിലൂടെ അതിനെ വീക്ഷിക്കുന്നതാണ്. ഓക്കെ, അവിടെ കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് സയൻസ്, വണ്ടേഴ്സ്, മിറക്കിൾസ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ കാണുവാനായിട്ട് കഴിയും. സെർച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സയൻസ്, മിറക്കിൾസ്, വണ്ടേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും കൂടുതൽ പഠിച്ചുകൊണ്ട് കാര്യമൊന്നും ഇല്ല. കാരണം നമ്മൾ ക്രിസ്തുവിനെ അറിയുക, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വചനത്തിലേക്ക് പോകാം. ഓക്കെ, 13-ാമത്തെ വാക്യം അല്ലെ, 13-ാമത്തെ വാക്യം. പൗലോസ് ഇവിടെ പറഞ്ഞു, ഞാൻ മൂഢനായിപ്പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു, നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ലെങ്കിൽ അത് ശ്രേഷ്ഠതയുള്ള അപ്പസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. 13, ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ ശേഷം സഭകളെക്കാൾ നിങ്ങൾക്ക് ഏതൊന്നിന് കുറവ് വന്നു, ഈ അന്യായം ക്ഷമിച്ചുകൊള്ളു. ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല. ഭാരമായി തീരാഞ്ഞ് അത് പറയാനും കാരണമുണ്ട്. പൗലോസ് 1-2 മാസം 1-2 ദിവസം ഒന്നുമല്ല അവിടെ താമസിച്ചത്. എത്ര നാളാ? 1.5 വർഷക്കാലം. ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ 2 ദിവസത്തിൽ കൂടുതലൊക്കെ ആകുമ്പോൾ നമ്മൾ വിഷമിക്കും അല്ലേ? ബുദ്ധിമുട്ടുള്ളത് അതെല്ലാവർക്കും, അത് സ്വാഭാവികമാ. അത് നമ്മൾ ഒത്തിരി സന്തോഷത്തോടുകൂടി നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ സാധാരണ ഓക്കെ, നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിൽ നമ്മൾ ഓക്കെ ആയിട്ട് അങ്ങ് പോകും അല്ലേ? ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കുന്നതിനേക്കാളും കൂടുതൽ പണി, നമ്മളെക്കാളും അധികമായിട്ട് അവരെ സൽക്കരിക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് അല്ലേ? നമ്മൾക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ അവരെ എല്ലാം പോഷിപ്പിക്കും. ആലോചിച്ച് നോക്കിയേ, 1.5 വർഷക്കാലം പൗലോസ് കൊരിന്തിൽ താമസിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി കാണും. അപ്പൊ അവർക്കത് തീരെ ഭാരം തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ്, അവര് നമുക്കാർക്കും അത് സ്വാഭാവികമാ. അപ്പം പൗലോസ് പറയാം, ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല. എങ്ങനെയാ അവർക്ക് ഭാരമായി തീരാതിരുന്നത്? പൗലോസ് സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കുകയാണ് ചെയ്തല്ലേ, വേല ചെയ്ത്, കൂടാരപ്പണി ചെയ്ത് 1.5 വർഷക്കാലം അവരോടുകൂടെ താമസിച്ചു. അതുമല്ല, ഫിലിപ്പിയ സഭകള് അവർക്ക് സഹായം ചെയ്യുകയും, പൗലോസിന് സഹായം ചെയ്യും കൂടെയുള്ളവർക്ക്. പൗലോസ് മാത്രമല്ലായിരുന്നു, നമുക്ക് കാണുവാൻ കഴിയും, ലൂക്കോസ് ഉണ്ടായിരുന്നു, മർക്കോസ് ഉണ്ടായിരുന്നു, തീമത്യോസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു പൗലോസിന്റെ കൂടെ പല സമയങ്ങളിലായിട്ട്. പൗലോസ്, ശീലാസ്, തീമത്യോസ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ബർന്നബാസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ സുവിശേഷ ഘോഷണങ്ങളിലെല്ലാം അവരെ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അവര് വേല ചെയ്താണ് അവരുടെ ആ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. ഈ സഭകൾക്കൊന്നും അവര് ഒരു ബന്ധപ്പാടായിരുന്നില്ല. ഒരാഴ്ചത്തേക്കാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഇടയിൽ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ 1.5 വർഷം അവരോട് അവിടെ കൂടുതൽ നേരം പൗലോസ് താമസിക്കാൻ ഇടയായി തീർന്നത് എന്താ?
പൗലോസ് അപ്പോസ്തലൻ ദൈവം പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞു, കൊരിന്തിൽ എനിക്ക് നല്ലൊരു ജനമുണ്ട് എന്ന് പറഞ്ഞല്ലേ. അവരെ ആ ദൈവത്തിങ്കിലേക്ക് ആനയിക്കാൻ വേണ്ടി, ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ വേണ്ടി 1.5 വർഷക്കാലം അവിടെ നിന്ന് വേല ചെയ്ത് പൗലോസ് അപ്പോസ്തലൻ ഉപജീവിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ ശേഷ സഭകളേക്കാൾ നിങ്ങൾക്ക് എന്ത് കുറവ് വന്നു? അപ്പൊ എന്ത് കുറവ്, ശേഷ സഭകളേക്കാൾ എന്ത് കുറവ് വന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ, നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും സഹിഷ്ണുതയോ അപ്പോസ്തലന്റെ ലക്ഷണങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാ. അതിനൊന്നും നിങ്ങളുടെ ഇടയിൽ കുറവില്ലായിരുന്നു. നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു, വണ്ടേഴ്സ് ഉണ്ടായിരുന്നു, മിറക്കിൾസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? അത് നമ്മള് കൊരിന്ത്യരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ? അവർ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും അമ്പന്നരായിരുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു എന്നാ കൊരിന്ത്യരെ കുറിച്ച് പറയുന്നത്. എവിടെ നിന്നാ അവർക്ക് കിട്ടിയത്? പൗലോസിൽ നിന്ന് അല്ലേ? പൗലോസിനെ ദൈവം പഠിപ്പിച്ചെല്ലാം കൊരിന്ത്യർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെയല്ലേ അവര് സകല വചനത്തിൽ, 1 കൊരിന്ത്യ ലേഖനത്തിലാ പറയുന്നത്, നിങ്ങൾ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും നിങ്ങൾ സമ്പന്നരായിരുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ആ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്നവർ, അതൊക്കെ ദൈവത്തെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പൗലോസിന്റെ പ്രശ്നം. അപ്പൊ നിങ്ങൾക്കൊന്നിനും കുറവില്ലായിരുന്നു. നിങ്ങളുടെ ഇടയിൽ ഞാൻ ആയിരുന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും മറ്റു വീര്യപ്രവൃത്തികൾക്കും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല. എന്റെ ജീവനകാര്യത്തിനായി ഞാൻ അധ്വാനിച്ചു. മറ്റു സഭകൾ എന്നെ നമ്മള് 2 കൊരിന്ത്യർ പറയുന്നത്, മറ്റു സഭകൾ എന്നെ കവർന്നെന്നാ പറയുന്നത്. അവര് സഹായിച്ചെന്നാ പറയുന്നത്, അവരോട് സഹായം അഭ്യർത്ഥിച്ചെന്നാ നമ്മൾ പറയാൻ കാണാറുണ്ട്. അപ്പൊ പൗലോസ് പറയുകയാണ്, താൻ ഒരു കാര്യത്തിലും അവരെ നിർബന്ധിക്കാതിരുന്ന ആ ഒരു ഈ അന്യായം എന്നോട് ക്ഷമിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലും അവരെ നിർബന്ധിച്ചില്ല, അവരോട് സഹായം അഭ്യർത്ഥിച്ചില്ല. എന്തുകൊണ്ടാ സഹായം അഭ്യർത്ഥിക്കാതിരുന്നത്, വാങ്ങിക്കാതിരുന്നത്? കാരണം വാങ്ങിക്കാതിരുന്നിട്ട് പോലും ഇവര് കുറ്റം പറയുക ചെയ്യുന്നത്. അപ്പൊ അവരുടെ സ്വഭാവം നല്ലോണം അറിഞ്ഞ പൗലോസ് മനഃപൂർവ്വം വാങ്ങിക്കാതിരുന്നു അല്ലേ? നമ്മൾക്കാരിലും സഹായം ചെയ്യാൻ മനസ്സോടെ ചെയ്യുന്നവരോട് നമ്മൾ സഹായം ചോദിക്കാനായിട്ട് ഇടയായിത്തീരും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ബദ്ധപ്പാടോടുകൂടി ചെയ്യുന്നവരോട് നമ്മൾ പിന്നെ ചോദിക്കാറില്ല അല്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കൊരിന്ത് സഭയ്ക്ക് മനഃപൂർവ്വം പൗലോസിനെ സഹായിക്കാൻ മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് പൗലോസ് അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഭാരമായി തീർന്നില്ല. അപ്പൊ അവർക്ക് ഭാരമായി തീർന്നായിരുന്നെങ്കിൽ പൗലോസിനെ എത്ര കുറ്റം പറയുമായിരുന്നു അല്ലേ? അപ്പം അവിടെ ആ ഒരു കുറവ് മാത്രമേ ഈ അന്യായം നിങ്ങൾ എന്നോട് ക്ഷമിച്ചുകൊള്ളുവിൻ. ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു സഹായവും വാങ്ങിച്ചില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ധനസഹായവും വാങ്ങിച്ചില്ല. എന്റെ ജീവനകാര്യത്തിന് വേണ്ടി ഞാൻ മറ്റുള്ള സഭകള് എനിക്ക് തരികയും അതുപോലെ തന്നെ ഞാൻ അധ്വാനിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ആ കാര്യത്തിലല്ലാതെ നിങ്ങൾക്ക് യാതൊരു കാര്യത്തിലും കുറവുണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ ദേവദാസന്മാരെ സഹായിക്കുക എന്നുള്ളത് ഒരു പ്രിവിലേജ് ആയിട്ട് അവരെടുത്തിരുന്നു. അങ്ങനെ നോക്കുകയായിരുന്നെങ്കിൽ കൊരിന്ത് സഭയ്ക്ക് ആ പ്രിവിലേജ് കിട്ടിയതേ ഇല്ല അല്ലേ? പൗലോസ് അപ്പോസ്തലൻ അത് ചെയ്തില്ല. ആ ഒരു കുറവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. പക്ഷെ മറ്റൊരു കാര്യങ്ങളിലും നിങ്ങളുടെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു, അടയാളങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ വചനത്തിൽ ഉറച്ചു, നിങ്ങൾ വലിയ ആൾക്കാരായി തീർന്നു, ഒരു കൃപാവരത്തിലേക്ക് കുറവില്ലാത്തവരായി തീർന്നു. ഇങ്ങനെയൊക്കെ ആകാൻ കാരണം അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ, താഴോട്ട് നമ്മൾ വാക്യങ്ങൾ വായിക്കാം, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് ചെലവിടുകയാ ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കുറവായില്ല. ഒന്നുകൂടെ വായിക്കാം വാക്യം. ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ, അത് മാത്രമേ ഒരു കുറവുള്ളൂ. കാരണം നിങ്ങൾക്ക് ആ പ്രിവിലേജ് കിട്ടുവാനായിട്ട് ഇടയായി തീർന്നില്ല. ശേഷം സഭകളേക്കാൾ നിങ്ങൾക്ക് ഏതൊന്നിൽ കുറവ് വന്നു, ഈ അന്യായം നിങ്ങൾ ക്ഷമിച്ചുകൊള്ളു. ഓക്കെ, അത് നിങ്ങളങ്ങ് ക്ഷമിക്കുക. നിങ്ങളുടെ നിന്ന് ഞാൻ ധനസഹായം ഒന്നും ആഗ്രഹിച്ചില്ല, വാങ്ങിച്ചില്ല, അതങ്ങ് നിങ്ങൾ ക്ഷമിച്ചോളെ. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ? ഇനി 14-ാം വാക്യം. ഓക്കെ, ഈ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭാരമായി തീരുകയില്ല, നിങ്ങൾക്കുള്ളതിനെയല്ല, നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു. മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കല്ലോ ഛർദ്ദിക്കുന്നത്. ഈ 3-ാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഒരുങ്ങിയിരിക്കുന്നു. എത്ര പ്രാവശ്യം പൗലോസ് പോയി? ആദ്യത്തെ പ്രാവശ്യം പോയത് നമ്മൾ എവിടെയാ കാണുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൽ. എടുക്കണ്ട, 18-ാം അധ്യായത്തിലാണ് കാണുന്നത്. പൗലോസും
തീമത്തിയോസും ഒക്കെ ആദ്യം 1.5 വർഷക്കാലം പൗലോസ് അപ്പോസ്തലൻ അവിടെ ആയിരുന്നു. അത് 1ാമത്തെ പ്രാവശ്യം. 2ാമത്തെ പ്രാവശ്യം 1ാം ലേഖനവും 2ാം ലേഖനവും എഴുതുന്നതിനിടയ്ക്ക് മക്കതോന്യ വഴിയായി നമ്മൾ കൊരിന്ത്യർ പോയതായി കാണുന്നുണ്ട്. 3ാം പ്രാവശ്യം അവരുടെ അടുത്ത് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. തിരിച്ച് മക്കതോന്യയിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴേക്കും പൗലോസ് അവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഇടയിൽ ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ നിമിത്തം പൗലോസ് അവിടെ പോകാതായിട്ടിരുന്നു. അപ്പൊ 2 പ്രാവശ്യം ഓൾറെഡി പോയി. ഇനി 3ാം പ്രാവശ്യം പൗലോസ് കൊരിന്ത്യയിലേക്ക് പോകുവാനായിട്ട് തയ്യാറായി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഞാൻ 3ാം പ്രാവശ്യം ഇനി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോഴും നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഭാരമായി തീരുകയില്ല. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല. അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതേ ഇല്ല. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിച്ചതാണ് എങ്കിൽ തന്നെയും നമ്മളെ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ 1 കൊരിന്ത്യർ ലേഖനം ഇങ്ങനെ വീണ്ടും കാണാതെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഒത്തിരി തട്ടി. കാരണം ഇപ്പം അത് പഠിച്ചു വരുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടുന്നുണ്ട്. കാരണം കൊരിന്ത്യരെ കുറിച്ച് പറയുന്നത് അവര് എന്ത് പറയുന്നത്, അവർക്ക് എന്താ പറയുക, അവർ ലഭിച്ചതല്ല, എല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെങ്കിലും അവർ ലഭിച്ചതല്ല എന്ന രീതിയിൽ പെരുമാറുന്നുണ്ട്. പൗലോസ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഇത്ര ക്ഷണത്തിൽ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ച് നമുക്ക് പോകാം. കാരണം അവരിൽ അങ്ങ് ചീർത്തിരിക്കുക, അവര് തന്നിൽ തന്നെ അങ്ങ് പഫ്റ്റപ്പായിട്ടിരിക്കുക, നിഗളിച്ചിരിക്കുക, ഞങ്ങൾ ആരാണ്ട് ആണെന്നുള്ളൊരു വ്യാജ ഭാവത്താൽ ഇരിക്കുക. ആ ഒരു പാപം മൂലമാണ് ഇപ്പൊ അവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തന്നെ. കാരണം അവർ വചനത്തിൽ ഉറച്ചിട്ടില്ല. എന്തൊക്കെയോ അവര് അന്ന് ഉണ്ടായിരുന്നു, പക്ഷെ അവരാ വചനത്തിൽ നിലനിൽക്കാതെ അതൊന്ന് മാറിപ്പോകുവാൻ കാരണമായിരുന്നു. നമ്മൾ പറയുമ്പോൾ ക്രിസ്തുവിന്റെ തലയോളം വളരണമെന്നാ പറയുന്നത്. നമ്മള് വചനം പഠിക്കുമ്പോൾ ആദ്യം പഠിച്ച് പിന്നെയും നമ്മൾ ഓരോ ദിവസവും വചനം പഠിച്ചേ പോകുമ്പോൾ നമ്മൾ പരിജ്ഞാനമുള്ളവരായി തീരുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവർ ആദ്യത്തെ വചനം ലഭിച്ചവർക്ക് അല്ല സകല കൃപാവരങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവര് പിന്നെ ശോഷിക്കാനായിട്ട് ഇടയായി തീർന്നു. ക്രിസ്തുവിന്റെ വചനത്തിൽ ഉറച്ചില്ല. അതുകൊണ്ട് അവര് വിശ്വാസം തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീർന്നു. ഓക്കെ, അതുകൊണ്ട് അവർ തങ്ങളിൽ തന്നെ അങ്ങ് ചീർത്തുപോയി. ഓക്കെ, 1 കൊരിന്ത്യർ 4-ാം അധ്യായം ഒന്ന് എടുക്കാമോ? 1 കൊരിന്ത്യർ 4-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 4-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിനെയും ഉദ്ദേശിച്ചു പറഞ്ഞിരിക്കുന്നു. എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിപ്പാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപഠിക്കേണ്ടനും ഒരുത്തന് അനുകൂലമായും മറ്റൊരുത്തന് പ്രതികൂലമായും ആരും ചേർത്ത് പോകാതിരിക്കുക. അവിടെ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അവര് സഹോദരന്മാരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ സാധാരണ ഇടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ സഭയിലെ കാര്യങ്ങളാണ്, സഭയിലെ മൂപ്പന്മാരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. അതിനു പകരം ഒരു ജാതികളുടെ ഇടയിൽ പോകുന്നുണ്ട്, വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുണ്ട്, അവിടെ ദുർനടപ്പ് ഉണ്ടാകുന്നു, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു ഒക്കെ നമ്മൾ കാണുവാനായിട്ട് 6-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ അധ്യായം ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 5-6 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നിട്ട് 4-ാമത്തെ അധ്യായം പറയുന്നുണ്ട്, നിന്നെ വിശേഷിപ്പിക്കുന്ന ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്ന എന്തു? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുകയാണോ ചെയ്യുന്നത്? ഒരിക്കലും അല്ലല്ലേ. നമ്മൾ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ. ഇന്ന് നമ്മൾ വചനം പഠിച്ചെങ്കിൽ ഇന്ന് പഠിച്ചത് മതി, ഇനി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നല്ല. അല്ല, പരീക്ഷയ്ക്കൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഒരു പ്രാവശ്യം വായിച്ച് ഞാൻ പറയും, ഇതൊക്കെ മതി, എനിക്കൊന്നും വേണ്ട, അത്ര മതിയായിരുന്നു, വായിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ പക്ഷെ വചനം പഠിക്കുമ്പോൾ അങ്ങനെയല്ല. ഇന്ന് ഈ പഠിച്ചെങ്കിൽ നാളെ ഇച്ചിരി കൂടെ പഠിക്കണം, അത് കാണാതെ പഠിക്കണം, ഇച്ചിരി കൂടെ പഠിക്കണം, ഒരു മനസ്സാ വരുന്നത്. ആ ഒരു വാഞ്ചയാണ് നമ്മൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇവരെന്തോ പറഞ്ഞേ, അവരെല്ലാം ഇത്ര ക്ഷണത്തിൽ അവർ തൃപ്തന്മാരായി കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഓക്കെ, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അവര് പറയാം, ഞങ്ങൾക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാനായിട്ട് കഴിയും. അയ്യോ, പൗലോസ് പറയാം, അയ്യോ നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടത്, നിങ്ങൾ വാഴുമെങ്കിൽ കൊള്ളായിരുന്നു, നിങ്ങൾ അങ്ങനെ വാഴുന്നവരായിരുന്നേ കൊള്ളായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ എങ്ങനെയായി പോയത്? ഞങ്ങൾ ഇത്രത്തോളം വചനം നിങ്ങളോട് സുവിശേഷിച്ചിട്ട് ഞങ്ങൾ ആരായി? ഞങ്ങൾ ലോകത്തിന്, ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കുത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവ അപ്പോസ്തലന്മാരായി ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയിരിക്കുന്നെന്ന് തോന്നുന്നു. അയ്യോ പാവം അല്ലേ. ഇത്രത്തോളം അനേക സ്ഥലങ്ങളിൽ ബദ്ധപ്പാടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഏറ്റ് സുവിശേഷം അറിയിക്കാൻ പോയിട്ട് എന്തോ ചെയ്തത്?
പൗലോസ് പറയാ, നിങ്ങളൊക്കെ വലിയ തൃപ്തന്മാരായി, നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ നിങ്ങൾ വാഴുക. പക്ഷെ എനിക്ക് തോന്നുക അപ്പോസ്തലന്മാരായ ഞങ്ങളെ ദൈവം മരണവിധിയിൽ ഉൾപ്പെടുത്തിയവരെ പോലെ നിർത്തിയിരിക്കുന്ന, എന്ന് പറയുന്നേ, ക്രൂശിക്കാൻ കൊണ്ടുപോയവരെ പോലെ നിർത്തിയിരിക്കുന്നെന്ന് ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കാൻ ഞങ്ങൾക്ക് തോന്നുക. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്വക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇരുന്നൊന്ന് വായിച്ചു പഠിച്ചൊന്ന് നോക്കിയേ. എന്തർത്ഥമുണ്ട് ഇതിനകത്ത്? അവരെ പഠിപ്പിച്ചവര് അവരിങ്ങനെയാകുകയും പഠിച്ചവര് പഠിപ്പിച്ചവരെക്കാൾ വലുതാകുകയും ചെയ്തു. പൗലോസ് പറയാ തങ്ങളുടെ അവസ്ഥ, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെ ഇന്ന് വരെ സകലത്തിന്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. പറയുകയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഇരിക്കുന്നത്. സത്യമല്ലേ? നമ്മൾ ഇതെല്ലാം ഒന്ന് കൂട്ടിയൊക്കെ ഒന്ന് യോജിപ്പിച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാ പൗലോസിന് അവിടെ സംഭവിച്ചത്, അല്ലേ? അത് തന്നെയാണ് പൗലോസ് പറഞ്ഞത്. അത്രേ പറഞ്ഞുള്ളൂ പൗലോസ്. അപ്പം പൗലോസ് പറയുക, നിങ്ങൾക്ക് ലഭിച്ചതല്ലാതെയാ നിങ്ങൾ പ്രശംസിക്കുന്നത്. നിങ്ങൾ വെറുതെ അങ്ങ് പ്രശംസിക്കുക. അപ്പൊ ഞാന് നിങ്ങൾക്കുള്ളതിനെ അല്ല അന്വേഷിക്കുന്നത്, നിങ്ങളെ തന്നെയാ ഞാൻ അന്വേഷിക്കുന്നത്. അപ്പൊ അവരോട് പറയുക, നിങ്ങള് എനിക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുക, എനിക്ക് വേണ്ടി ഇരിക്കുക, നിങ്ങൾ എന്റെ വചനം കേൾക്കുക, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട, നിങ്ങളുടെ ഒരു ഭൗതികമായ നന്മകളും എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങളെയാണ് വേണ്ടത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കല് യേശുക്രിസ്തു ലാസറിന്റെയും മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ പോയപ്പോഴേ, മാർത്തയും മറിയൊക്കെ ഒരുമിച്ചായിരിക്കും പണിയൊക്കെ ചെയ്തത്. പക്ഷെ കർത്താവും ശിഷ്യന്മാരൊക്കെ വന്നപ്പോ എന്തോ ചെയ്ത്, മാർത്ത കർത്താവിന്റെ അടുക്കൽ ഇരുന്ന് വചനം പഠിക്കുന്ന പോലെ എന്തോ ചെയ്തേ, പലതിനെ കുറിച്ചും വിചാരിച്ച് പിന്നെ ആവലാതി പറഞ്ഞുകൊണ്ട് നടക്കുക, അല്ലേ? മറിയ എന്തോ ചെയ്ത്, സമാധാനമായിട്ട് കർത്താവിന്റെ കാൽക്കലിരുന്ന് വചനം പഠിച്ചു. അതുപോലെ ഈ പൗലോസ് അപ്പോസ്തലനും പൗലോസ് പറയാ, നിങ്ങൾ എന്റെ അടുത്തിരിക്കുക, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഇടയായി തീരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതികമായ ധനമല്ല എനിക്ക് ആവശ്യം, നിങ്ങളെ തന്നെയാണ് എനിക്ക് ആവശ്യം. നിങ്ങൾ വചനം കേൾക്കണം. നിങ്ങൾ നാശത്തിൽ നിന്ന് ദൈവം നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന വീണ്ടും നാശത്തിലേക്ക് പോകരുത്. നിത്യജീവന്റെ പാതയെ മുന്നാക്കി നിങ്ങൾ പോവുക, അല്ലേ? അതല്ലേ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്ന ക്രിസ്തുവിനെ നോക്കി ജീവിക്കുക. അത് എന്നും ആ നോട്ടം നമുക്ക് ഉണ്ടായിരിക്കണം. ആദ്യം ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് തെറ്റിപ്പോയാൽ തീർന്നു. ഓട്ടക്കളത്തിൽ ഓടുന്ന അനേകരെങ്കിലും ഒരുവിനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ. നിങ്ങൾ വിരുദ്ധ പ്രാപിപ്പാൻ തക്കാണോ ഓടുവീൻ. നമ്മള് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസം ആരംഭിച്ച് വിശ്വാസത്തിൽ അവസാനിക്കുന്ന, നമ്മൾ ആദ്യം എങ്ങനെ തുടങ്ങി എന്നല്ല. നമ്മൾ തുടക്കം നല്ലതായിരിക്കണം, അത് ശരിയാ, തുടർച്ചയും നല്ലതായിരിക്കണം, പക്ഷേ അവസാനം മികച്ചതായിരിക്കണം. അതാണ് നമ്മുടെ ഇത്. സ്റ്റാർട്ടിങ് നല്ലതായത് കൊണ്ട് അവസാനം നല്ലതാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്രിസ്തുവിനോട് കൂടെ പോയാൽ മാത്രമേ നമ്മുടെ അവസാനം നല്ല എന്താ പറയുക, മേന്മയുള്ളതായി തീരത്തുള്ളൂ, പ്രതിഫലമുള്ളതായി തീരത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഞാൻ എന്റെ ഓട്ടം തികച്ചു, പകുതി പോയി വിട്ടിട്ട് പോയില്ല. അതുകൊണ്ടാണ് ഇവിടെ കൊരിന്ത്യർ എന്നാ സംഭവിച്ചത്, അവർക്ക് ആദ്യം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ആ വിശ്വാസത്തിൽ അവർ ഇടറിപ്പോയി, അവർ ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. അവരോട് പറയാ, ഞാൻ നിത്യജീവന്റെ വഴിയിലേക്ക് മുമ്പോട്ട് ലാക്കാക്കി ഓടുക, സ്ഥിരതയോടെ ഓടുക. ഒരു പ്രത്യാശ ഉണ്ടാവും. നിങ്ങൾ അവിടെ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരെ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്നവരാ. ആ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലാക്കാക്കി മുമ്പോട്ട് പോവുക. ഇനി പറയുന്നുണ്ട്, മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടി എത്ര ചരിച്ചു വെക്കുന്നത്. അപ്പൊ ആ കൊരിന്ത്യരോട് പൗലോസ് അപ്പോസ്തലൻ ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് നിന്നാ പറയുന്നത്, അല്ലേ? പൗലോസ് പറയുന്നുണ്ടല്ലോ, 4 ആ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിച്ച വാക്കിൽ തന്നെ, പ്രിയ മക്കളോട് എന്ന പോലെ 14 വാക്യത്തിൽ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 4:14, പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞ് നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. നിങ്ങൾ എന്റെ മക്കളാ, ആത്മീക മക്കളാ, അല്ലേ? പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനെയും തിമോത്തിയോസിനെ കുറിച്ചൊക്കെ പറയുന്നതിന് പ്രിയ മകൻ എന്നല്ലേ പറയുന്നത്. അപ്പൊ സുവിശേഷത്താൽ ഞാനാണ് നിങ്ങളെ ജനിപ്പിച്ചത്, നിങ്ങൾ എന്റെ മക്കളാണ്. അപ്പൊ അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടിയാ ചരിതിക്കുന്നത്, മക്കള് അമ്മയപ്പന്മാർക്ക് വേണ്ടിയല്ല. പൗലോസ് പറയാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചരിതിച്ചു വെക്കുക. എന്തുവാ ചരിതിച്ചു വെക്കുന്നത്? ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് തരികയാ, അല്ലേ? അടുത്ത വാക്യത്തിൽ അങ്ങനെയാ പറയുന്നത്.
ഭൂമിയിലെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചരുതിച്ചു വെക്കുന്നത് പോലെ ആ ഒരു ആത്മീക പിതാവായ ഞാൻ ആത്മീയ മക്കളായ നിങ്ങൾക്ക് വേണ്ടി ചരുതിച്ചു വെക്കുക. എന്തോ ചരുതിച്ചു വെക്കുക? എന്റെ ജീവിതമാ, എന്റെ ആ ഒരു എന്റെ ആരോഗ്യമാ, എന്റെ സമയമാ, എന്റെ ശക്തിയാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്, അല്ലേ? അപ്പം അതുപോലെ തന്നെ പൗലോസ് മറ്റൊരു വിധത്തിൽ പറഞ്ഞ മറ്റു സഭകളൊക്കെ പൗലോസ് അപ്പോസ്തലനെ സഹായിച്ചിരുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ നിന്ന് ഒരു സഹായം ആവശ്യപ്പെട്ടില്ല. കാരണം അവരിപ്പോഴും പക്വത എത്തിയിട്ടില്ല, അവര് മെച്യൂർ അല്ല, അല്ലേ? അതുകൊണ്ടല്ലേ മെച്യൂർ ആയിരുന്നെങ്കിൽ അവരിങ്ങനെയൊക്കെ പറയാനായിട്ട് ഇടയായി തീരുവോ? അപ്പം ആ സുവിശേഷ ഘോഷണത്തിൽ സഹായിക്കാനുള്ള കാര്യത്തിൽ അവർ ഇതുവരെ മെച്യൂർ ആയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും ശിശുക്കളെ പോലെയാ. അതുകൊണ്ട് പ്രിയ മക്കളോട് എന്ന പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്ന് അല്ലെ ഒരു സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുന്നു, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാ. ഒരു മക്കളോട് പറയുന്ന, ഒരു കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ നിങ്ങൾക്ക് പറയാനായിട്ടൊക്കത്തുള്ളൂ. നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാണ് എന്ന രീതിയിലും നമുക്ക് എടുക്കാം. പക്ഷെ ആദ്യത്തെ ആ ഒരു വിശദീകരണം ആയിരിക്കും നല്ലത്. കാരണം സുവിശേഷത്തിൽ അവരെ ദൈവം പൗലോസാണ് സുവിശേഷത്തിൽ അവരെ ജനിപ്പിച്ചത്. കാരണം പൗലോസ് സുവിശേഷം പറഞ്ഞാണ് അവരെ ദൈവത്തിന്റെ മക്കളാകുവാൻ ഇടയായി തീർന്നത്. അപ്പം ഇനി അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത വാക്യം. അപ്പം പൗലോസ് പറയുകയാണ്, നിങ്ങളെ ലജിപ്പാൻ എന്നല്ല ഞാൻ പറഞ്ഞ, മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടി ചരിതിക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സകലവും ചരിതിക്കുന്നു. അതുകൊണ്ടാണ് 15-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ച നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നു. ഞാൻ അതിസന്തോഷത്തോടെ, ഇത്രയോളം പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ എനിക്കുണ്ടായിട്ടും സന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി, നമുക്ക് ആ POC ബൈബിൾ വായിച്ചാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എന്നാ പറയുന്നത്. നമുക്ക് വായിക്കാം. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. എന്താ പറയുന്നേ? നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദൈവത്തിങ്കലേക്ക് നയിക്കാൻ വേണ്ടി. നമ്മളൊരു സ്പിരിച്വൽ ബീയിങ്ങാ, അല്ലേ? മനുഷ്യരെല്ലാം സ്പിരിച്വൽ ബീയിങ്ങാ. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഉള്ളത് കൊണ്ട്. അപ്പൊ നമ്മൾ ആത്മാക്കളാണ്. മനുഷ്യരായിട്ട് ജീവിക്കുന്നത് നമ്മൾ ദൈവം നമ്മൾ ആത്മാവുള്ളവരാ. നമ്മൾ സ്പിരിച്വൽ ബീയിങ്ങാ. മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവർക്ക് സ്പിരിറ്റ് ഇല്ല, അല്ലെ? അവര് സ്പിരിച്വൽ ബീയിങ് അല്ല. മനുഷ്യൻ മാത്രമേ ഉള്ളൂ സ്പിരിച്വൽ ബീയിങ്. അപ്പൊ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി, അതല്ലേ പ്രാർത്ഥനയിലൊക്കെ പറഞ്ഞ അനേക ആത്മാക്കളെ തരണം എന്നൊക്കെ പറയുമ്പോൾ വെറും ആത്മാക്കൾ വരുമല്ല, മനുഷ്യർ വരിക. അപ്പൊ നമ്മൾ സ്പിരിച്വൽ ബീയിങ്, അത് ശരിയാ അവർ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന അനേക ആത്മാക്കളെ, അനേകർ ദൈവത്തിന്റെ ആത്മാവിനാൽ ആയിത്തീരണം, അല്ലെ? നടത്തപ്പെട്ടവരായിത്തീരണം. അതുകൊണ്ട് ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കാം. മുമ്പേ പറഞ്ഞതുപോലെ എന്റെ സമയം, എന്റെ അധ്വാനം, എന്റെ ശരീരം, എന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ എന്നെ തന്നെ എനിക്കുള്ള ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. കാരണം പൗലോസ് അപ്പോസ്തലൻ 1.5 വർഷക്കാലം അവരുടെ ഇടയിൽ സുവിശേഷിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും അതുപോലെ അധ്വാനിക്കുകയും ചെയ്യുമെങ്കിൽ പൗലോസ് മാത്രമല്ല തന്റെ അധ്വാനത്തിന്റെ ഫലം അനുഭവിച്ചത്. തങ്ങളെ അടുക്കൽ വരുന്നവരെല്ലാം അനുഭവിച്ചു കാണും, തന്നോട് കൂടെയുള്ളവരെല്ലാം അനുഭവിച്ചു കാണും. അതിൽ കുരിന്തിലും ഉൾപ്പെട്ടുണ്ടായിരിക്കാം, അല്ലേ? ആ സഹായത്തോടെ തന്റെ അടുക്കൽ രാവിലെ മുതൽ വൈകിട്ട് വരെ വചനം കേൾക്കാൻ വരുന്നവർക്ക് പൗലോസ് ചിലപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു കാണും, അല്ലേ? അപ്പൊ അതിനെല്ലാം പൗലോസാണ്. കാരണം അവരുടെ ഇടയിൽ ഒരു സ്ഥലത്തിരുന്നല്ല ദൈവവചനം സംസാരിച്ചത്, പല സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് യാത്ര ചെയ്തപ്പോൾ. കാരണം അവരുടെ സഹായം കൊണ്ടല്ല പൗലോസ് യാത്ര ചെയ്തത്, പൗലോസ് സ്വന്തമായി അധ്വാനിച്ചാ പോയതല്ലേ? അപ്പം പൗലോസിന്റെ പണമാണ് താൻ അതിനു വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചെലവിട്ടു. അതുപോലെ നിങ്ങൾക്ക് ചെലവായി പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് സമർപ്പിച്ചു. കാരണം ഞാൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിച്ചു, നിങ്ങൾക്ക് എന്നെ തന്നെ തരിക. നമ്മൾ മക്കതോന്യ സഭകളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ഞങ്ങൾക്കും സമർപ്പിച്ചു. കർത്താവിന് സമർപ്പിക്കുന്നവരാ, അല്ലെ? ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്നത്. അപ്പം പൗലോസ് പറയുന്നത് എനിക്കുള്ളതിനെ എല്ലാം നിങ്ങൾക്ക് തന്നു, അത് എന്നെ തന്നെ തന്നു. എന്റെ സമയവും എന്റെ ആ ഒരു ഇത്രത്തോളം കഷ്ടത അനുഭവിച്ചിട്ടും ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. കർത്താവിന് നമ്മളെ തന്നെ കൊടുക്കുക എന്ന് പറയുമ്പം നമ്മൾ കർത്താവിന് അവൈലബിൾ ആയി തീരുക എന്നുള്ളതാ അതിന്റെ അർത്ഥം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക.
നമ്മുടെ മക്കളും കൂടുതൽ സമയം നമ്മളോട് കൂടെ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ ദൈവത്തിന്റെ മക്കളായ നമ്മളും ദൈവത്തോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമയം ദൈവത്തിന് കൊടുക്കുക, നമ്മളെ ദൈവത്തിന് അവൈലബിൾ ആക്കി കൊടുക്കുക. കർത്താവ് എപ്പോഴും അവൈലബിളാ, പക്ഷെ ദൈവം എന്റെ അവൈലബിലിറ്റിയാ ആഗ്രഹിക്കുന്നത്. എന്റെ ആഗ്രഹം, എന്റെ ആ ഒരു മക്കള് അപ്പന്റെ അമ്മയുടെയും കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുമെങ്കിലും മക്കള് കൂടെ ഇരിക്കുന്ന കൂടുതൽ ആഗ്രഹം ആർക്കാ? മക്കൾക്കാണോ അമ്മയപ്പന്മാർക്കാണോ? അമ്മയപ്പന്മാർക്കാ, അല്ലേ? അതുപോലെ തന്നെ നമ്മൾക്ക് കർത്താവിനെ ആവശ്യമുണ്ട്, അത് ശരിയാ. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ അങ്ങോട്ട് ചെല്ലുക, അതല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിന്റെ അടുത്ത് കൂടുതലിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അത് തന്നെ ഓർത്താൽ മതി, അത്ര തന്നെ മതി. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരണം. കർത്താവിന്റെ കൈ പിടിച്ച് നമ്മൾ നടക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് കൈ പിടിച്ചോണ്ട് അങ്ങനെ നടക്കല്ല. ദൈവം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മോട് സംസാരിക്കും, നമ്മളെ നടത്തും. അപ്പൊ നമ്മൾ ഇതൊക്കെ കേൾക്കണമെങ്കിൽ പറയുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കർത്താവിൽ നിന്ന് കേൾക്കണമെങ്കിൽ നാം കർത്താവിനോട് കൂടെ ഇരിക്കണം. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കണം. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവിനാലും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് അവൈലബിൾ ആയിരിക്കണം. അതാ അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത്, അല്ലെ? നമ്മളുടെ മക്കൾ എത്ര വലുതാണേലും അവര് എന്തെങ്കിലും തരുന്നതിനേക്കാളും അധികമായിട്ട് അവർ നമ്മളോട് കൂടെ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിക്കുള്ളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളോട് സംസാരിക്കാന്, നമ്മളോട് കുറെ നേരം ചെലവഴിക്കാനാണ് നമ്മൾ കർത്താവ് അത് തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ. പൗലോസ് പറയുകയാണ്, ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കുന്നത്? കർത്താവും ചോദിക്കുക, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു, എന്റെ സ്നേഹത്തിൽ ഒരിക്കലും കുറവ് വന്നിട്ടില്ല, ആ സ്നേഹം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. പക്ഷെ നിങ്ങള് എന്നെ കുറച്ചാണോ സ്നേഹിക്കുന്നത്, അല്ലേ? പൗലോസ് ഇതേ ചോദിച്ചുള്ളൂ. നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്തും തോറും ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക. കർത്താവ് അതല്ലേ, നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്തും തോറും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുക, പിന്നെയും ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോവുക, അല്ലേ? കേൾക്കും തോറും തെറ്റിപ്പോവുക. അപ്പം കർത്താവ് പറയുക, ഞാൻ സ്നേഹിക്കുന്നുണ്ടാ പിന്നെയും നിന്നെ എന്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ ഒരു ദിവസം വചനം കേട്ടില്ല, നമ്മൾ വേറെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ കണ്ണരസമാകുമാറ കാര്യത്തിനാണ് നമ്മൾ പിന്നെയും ചിന്ത പോകുന്നത്. പക്ഷെ നമ്മളെ അങ്ങോട്ട് വിടാതെ നമ്മളെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? ദൈവം നമ്മെ സ്നേഹിക്കുന്നതാണ്. അപ്പം കർത്താവ് പറയാ, നിങ്ങളെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നവർ നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് മാറി പോകണം. പൗലോസ് അത്രേ പറഞ്ഞുള്ളൂ. പൗലോസിനെ കുറ്റം പറയുമ്പോഴും ഈ കള്ള അപ്പോസ്തലന്മാരുടെ കൂടെ ചേർന്ന് പൗലോസിനെ വിധിക്കുമ്പോഴും പൗലോസിനെ എന്തൊക്കെ ചെയ്യാമോ പൗലോസിൽ എല്ലാ കുറ്റങ്ങളും കാണുവാൻ അവിടെ ശ്രമിക്കുമ്പോഴും പൗലോസ് പറയാം, ഞാൻ നിങ്ങളെ വീണ്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നതോറും നിങ്ങൾ എന്നെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കേണ്ടത്? പൗലോസിന്റെ ഒന്ന് മനസ്സ് നോക്കിയേ. ആ ഒരു അപ്പന് മക്കളോടുള്ള സ്നേഹം, സ്പിരിച്വൽ ഫാദർ ആ ചിൽഡ്രന്റെ ഒരു അവസ്ഥയിൽ വരുമ്പം നമ്മളും നമ്മെ ദൈവത്തിങ്കിലേക്ക് നടത്തിയവരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ എപ്പോഴും ഓർക്കും, അല്ലേ? ആ വചനം പറഞ്ഞു തന്നവരെ നാം ഓർക്കാറുണ്ട്. നമ്മളെ എന്തെങ്കിലും നല്ല വഴികൾ കാണിച്ചു തന്നവരെ, നമ്മളെ സഹായം ചെയ്തവരെ നമ്മൾ ഓർക്കാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ അവരെ ദൈവത്തിങ്കിലേക്ക്, ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ കർത്താവിനെ അറിയാനായിട്ടിരുന്നത്, നാശത്തിൽ കിടന്ന ആ ഒരു കൊരിന്ത്യ ജനത്തെ ദൈവത്തിങ്കിലേക്ക് നയിച്ചപ്പോൾ ഉപദ്രവിക്കും തോറും അവരെ സ്നേഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് ചോദിക്കുക, നിങ്ങൾ എന്നെ അങ്ങനെയാണോ ചെയ്യുന്നത്? നിങ്ങൾ എന്നെ കുറച്ചാ സ്നേഹിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹമേ ഇല്ല. പൗലോസ് പറയുക, അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ പ്രശംസിക്കുന്നത്, ഞാൻ എൻ്റെ ജഡത്തിൽ പ്രശംസിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ ഒരിക്കലും എനിക്കറിയാം മൂഢനായി പോയി, പക്ഷെ നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് വരുത്തുവാൻ താഴെയുള്ള വാക്കുകൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടെ നിർത്തുക. ഞാൻ വിചാരിച്ച ഈ ക്ലാസ് തീർക്കണമെന്ന്, മുഴുവൻ 12-ാം അധ്യായം തീർക്കണം. കഴിഞ്ഞ ക്ലാസ്സും തീരുമാനിച്ചതാ, പക്ഷെ നടന്നില്ല. എനിവേ അത്ര മതി നമുക്കെന്ന്. അപ്പം പൗലോസ് പറയുന്നത് കൊരിന്ത്യരോട് പറയുകയാണെങ്കിലും നമ്മളോട് തന്നെ ഇത് മനസ്സിലാക്കണം. കൊരിന്ത്യരുടെ കുറെ കഥ പറഞ്ഞോ, കൊരിന്ത്യകൾ നടന്ന സംഭവങ്ങളെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടും അല്ല, കൊരിന്ത്യരോട് ദൈവം പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആപ്ലിക്കബിൾ ആക്കണം. നമ്മളെല്ലാവരും എനിക്കറിയാം ബൈബിൾ സ്റ്റഡി കേൾക്കാൻ ആരും വരാറില്ല, വേറെ വല്ല കർണരസമാകുമാർ പ്രസംഗങ്ങൾ കേൾക്കാൻ വരുന്നില്ല. നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ, അത് സ്ഥിരം വരുന്നവരാ എല്ലാവരും. നമ്മൾ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാ, ദൈവം നമുക്കൊരു ഹൃദയം തന്നവരാ.
പക്ഷെ അതുകൊണ്ട് നമ്മൾ ആ ദൈവത്തിന്റെ സ്നേഹത്താലാ വന്ന് നമ്മൾ ഈ വചനം പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇതായിരിക്കണം, നമ്മളെ ദൈവം സ്നേഹിക്കുമ്പോൾ നാം ദൈവത്തെ അതുപോലെ സ്നേഹിക്കണം. ദൈവത്തോട് കൂടെ ഇരുന്ന് ജീവിക്കാനായിട്ട് എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും അല്പസമയം ദൈവവചനത്തിന്റെ അടുക്കൽ ഇരിക്കാൻ സമയം ചെലവഴിക്കണം. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ദൈവത്തെ അറിയാനായിട്ട് ഇടയായി തന്നെ. മുമ്പേ പറഞ്ഞതുപോലെ കൊരിന്ത്യർ വഴിക്ക് വെച്ച് നിന്നുപോയി. നമ്മുടെ വിശ്വാസം, ആദ്യ വിശ്വാസം വേണം. പക്ഷെ ആ വിശ്വാസം തുടർന്നുകൊണ്ട് പോകണം. കർത്താവ് നോക്കുന്നത് നിന്റെ ആദ്യ വിശ്വാസമല്ല, നീ അവസാന വിശ്വാസം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അവസാനം വരെ ക്രിസ്തുവിന്റെ പുറകെ പോകുവാൻ ഈ വചനം നമ്മൾക്ക് ഓരോ ദിവസവും കാരണമാക്കി തീർക്കട്ടെ. കേൾക്കുന്ന വചനം മാത്രമല്ല, നമ്മൾ വചനത്തിന് മുമ്പിലിരുന്ന് വചനം, കർത്താവിനോട് കൂടെ ഇരുന്ന് വചനം പഠിക്കണം. കർത്താവിനോട് പറഞ്ഞാൽ മതി, എല്ലാം ഇത് മനസ്സിലാകുന്ന കാര്യങ്ങൾ. പലർക്കും മനസ്സിലാകാതിരിക്കും, അത് പൊക്കട്ടെ, അത് സാരമില്ല. എത്രയോ കാര്യങ്ങളുണ്ട്. അതിന് മനസ്സിലാകുന്ന കുറച്ച് സംഭവം മതി. നമ്മൾ ഒരു അധ്യായം വായിക്കുന്നതിനകത്ത് ഒരു സെന്റൻസ് നമുക്ക് ഒരു ദിവസം മനസ്സിലായാൽ മതി, അത്രയും മതി നമുക്ക്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷെ ദൈവത്തോട് കൂടെ ഇരുന്ന് മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം നമ്മളെയൊക്കെ ഇടയാക്കട്ടെ. ദൈവം ആകട്ടെ.